നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാ. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർ കയറി കാണണേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സുധിക്കിട്ട് നല്ല പണി തന്നെ കിട്ടുവാണ്. അപ്പൊ സുധി ഇത്രയും നാളും കാണിച്ച ആ ചതിയും വഞ്ചനയുടെ രഹസ്യങ്ങളൊക്കെ സച്ചിയും രവീന്ദ്രനും രേവതി എല്ലാവരും അറിയുവാണ്. നല്ല 8 പണി തന്നെ അവനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ നല്ല അടിപൊളി വിശേഷങ്ങളാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു സ്വർണം പോയതിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു സച്ചിക്ക്. അങ്ങനെ അങ്ങോട്ട് വെറുതെ വിടാൻ സച്ചി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം തന്നെ തീരുമാനിച്ചു. ഈ സമയത്താണ് മഹേഷ് വിളിക്കുന്നത്. അപ്പം മഹേഷിന് ഒരു ഫ്രിഡ്ജ് വേണം. അപ്പൊ ഫ്രിഡ്ജ് വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് പൈസ ആകും. അത്രയും പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് പെൻഡിങ്ങിൽ വെച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു കടയിൽ പുതിയതായിട്ട് വന്ന ഒത്തിരി വില കുറച്ച് ഫ്രിഡ്ജ് കൊടുക്കുന്നത്. 5000 രൂപയ്ക്കൊക്കെ ഫ്രിഡ്ജ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതും പുതിയ ഫ്രിഡ്ജ് കൊടുക്കാന്ന് പറഞ്ഞാലേ. അങ്ങനെ സച്ചിയെ വിളിച്ചിട്ട് നമുക്കൊന്ന് പോയി നോക്കാം, എൻ്റെ കൂടെ ഒന്ന് വരാമെന്ന് ചോദിക്കുക. സച്ചിയും കൂടെ പോയി. അങ്ങനെ അവര് പോയി അവിടെ ഫ്രിഡ്ജൊക്കെ നോക്കുകയാണ്. ഫ്രിഡ്ജൊക്കെ നോക്കി എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല ഫ്രിഡ്ജാണ്. അങ്ങനെ പൈസ അങ്ങോട്ട് കൊടുക്കണ സമയത്താണ് കുറച്ച് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത്. പോലീസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറെ ആൾക്കാർ ഓടി. ബാക്കിയുള്ളവർ അവിടെ നിന്നു. അങ്ങനെ എല്ലാത്തേനെയും തൂക്കിയെടുത്തു. സച്ചിയെയും മഹേഷിനെയും പിടികൂടി. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, സാറേ ഞങ്ങളിവിടെ സാധനം മേടിക്കാൻ വന്നാ. മഹേഷും പറഞ്ഞു, സാധനം മേടിക്കാൻ വന്ന ഞങ്ങൾ പൈസ കൊടുക്കാൻ തുടങ്ങുമായിരുന്നൊക്കെ പറയാണ്. അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സച്ചിക്കൊന്നും കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലായില്ല. പിന്നീടാണ് പോലീസുകാർ പറയുന്നത്, ഇവന്മാര് കുറെ കടകളിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റും. അടിച്ചു മാറ്റിയിട്ട് അത് കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ കൊണ്ട് കൊടുക്കുക ചെയ്യുന്നത്. അതാണ് ഇവന്മാരുടെ മെയിൻ പണിയെന്ന് സച്ചിയൊക്കെ പറഞ്ഞു നോക്കി. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഈ സംഘത്തിലുള്ളവരല്ലെന്ന്. പക്ഷെ അവരത് വിശ്വസിച്ചില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഓർത്തിരിക്കുവാണ്. ഈ സമയം രേവതി സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. സച്ചി പോലീസ് സ്റ്റേഷനിലല്ലേ, എങ്ങനെ കോൾ എടുക്കാനായിട്ടാ. അപ്പോഴാണ് സച്ചി ആ കാഴ്ച കാണുന്നത്. സുധി അങ്ങോട്ടേക്ക് വരുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. അങ്ങനെ സുധി വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ പോലീസുകാരോട് കാര്യങ്ങളൊക്കെ പറയണം. സാറേ എൻ്റെ പോയ സാധനങ്ങൾ ഇതേ ഇത്ര TV, ഇത്ര ഫ്രിഡ്ജ്, ഇത്ര വാഷിംഗ് മെഷീനൊക്കെ എൻ്റെ പോയേക്കെന്നൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് ഒരു അമ്പരപ്പം ഉണ്ടായത്. പെട്ടെന്ന് സച്ചി എന്ത് ചെയ്തു, ഒരു വീഡിയോ അങ്ങ് പിടിച്ചു. സുധി അവിടെ വന്ന് തൻ്റെ നഷ്ടപ്പെട്ട സാധനങ്ങളെ കുറിച്ച് പറയുന്നതൊക്കെ. 5 ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് ഉണ്ടായിരിക്കുന്നത്, 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ എൻ്റെ കടയിൽ നിന്ന് ഉമാര് കൊണ്ടുപോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സുധി വിഷമിക്കുന്നത്. ഒടുവില് അവന്മാര് പറഞ്ഞ് കുറച്ച് അവന്മാരെ കിട്ടിയിട്ടുണ്ട് കയ്യിൽ, നോക്കാൻ പറയണം. അപ്പോഴേക്കും മഹേഷ് സച്ചിയും പതുക്കെ ലോക്കപ്പിനകത്ത് ഇട്ടിരിക്കുക, പുറയിലേക്ക് മാറി. അപ്പൊ കുറെ ആൾക്കാരുണ്ടായിരുന്നു അവന്മാരുടെ കൂട്ടത്തിലുള്ള. അവന്മാരൊക്കെ ഇങ്ങനെ ഫ്രണ്ട് നിൽക്കുക. അപ്പോഴത്തെ സുധി വന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വെടുത്തിലിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. സച്ചിക്ക് കാര്യം മനസ്സിലായി. ഒടുവില്ല സുധി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സച്ചി മഹേഷിനോട് പറഞ്ഞു, അതെ എല്ലാത്തിനും പിന്നിൽ ഇവനാണ്. ഇവൻ 5 ലക്ഷം രൂപ നഷ്ടമാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇവൻ പറഞ്ഞു 5 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു, 1 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്നൊക്കെ വെറുതെ പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ആ സ്വർണ്ണം അടിച്ചു മാറ്റി ഇവൻ തന്നെയാ, എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞു. ഒടുവില് സച്ചിക്കും മഹേഷിനും അതിനകത്ത് പങ്കില്ലെന്ന് പോലീസുകാർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പോലീസുകാർ അവരെ വെറുതെ വിട്ടു. പക്ഷെ സച്ചി അതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. സച്ചി നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് രവീന്ദ്രനെ എല്ലാരെയും വിളിക്കുവാണ്. ആ സമയത്ത് രേവതി വന്നിട്ട് കാര്യം എന്താണെന്ന് തിരക്കുന്നുണ്ട്. സച്ചി പറഞ്ഞു പറയാം എന്ന് പറഞ്ഞു. പക്ഷേ അതിനുമുമ്പ് ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. ശ്രുതിനെയൊക്കെ വിളിക്കട്ടെ എന്ന് പറയണം. ഉടനെ ശ്രുതിയൊക്കെ വന്നു. ശ്രീകാന്ത് വർഷം എല്ലാവരും കൂടെ വരുവാണ്. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, ഇവന് ഭ്രാന്ത, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ എല്ലാവരും കൂടെ വിളിച്ച് ശല്യപ്പെടുത്തും, മനുഷ്യർ മനസമാധാനത്തോടെ എടുത്തിരിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ അഹങ്കാരം ഭാവിച്ച ചന്ദ്രമതി വന്ന് നിൽക്കുന്നത്. ആ സമയത്ത് സച്ചി വന്ന് രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛാ ആ സ്വർണം പോയത് എങ്ങനെയാന്ന് അറിയാമെന്ന് ചോദിച്ചു. ഏതായത് എങ്ങനെയാടാ, അത് ഇവൻ തന്നെ എടുത്താ, ശ്രുതി തന്നെ എടുത്താ. ശ്രുതി അടുക്കുന്നില്ല. ശ്രുതി പറഞ്ഞു, ഞാൻ എടുത്തിട്ടൊന്നുമില്ല, ഇവൻ വെറുതെ കള്ളത്തരം പറയുന്ന, വെറുതെ എന്നെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ എതിർത്ത് നിൽക്കുകയാണ്. പക്ഷെ സച്ചി അങ്ങനെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. സച്ചി പറഞ്ഞു, നീ തന്നെ എടുത്തത് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ 5 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നെന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് സത്യമാണോടെന്ന് ചോദിക്കുക. പിന്നല്ലാതെ എൻ്റെ കടയിൽ കച്ചവടം നടന്ന അത് നീയാണോ തീരുമാനിക്കുന്ന, കച്ചവടം നടന്നോന്നൊക്കെ എനിക്കല്ലേ എൻ്റെ കടയിലെ കച്ചവടം അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെട്ടു സച്ചിയോട്. സച്ചി വിട്ടുകൊടുക്കാൻ ഭാവിച്ചോ? സച്ചി പറഞ്ഞു, നീ കൂടുതലാണെന്ന് പറയുമൊന്നും വേണ്ട, നിന്റെ കടയിൽ 5 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു, പക്ഷേ അത് നഷ്ടക്കച്ചവടമായിരുന്നു, നിനക്ക് പറ്റിയ പണി ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ അങ്ങോട്ട് പ്ലേ ചെയ്തു. സുധി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നത്. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. അപ്പോഴേക്കും രവീന്ദ്രൻ സത്യം പറയടാ, അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞ് നീ ആ പൈസ എവിടുന്ന് കൊണ്ടേ കൊടുത്തു, 5 ലക്ഷം രൂപ നഷ്ടക്കച്ചവടം നടന്നിരിക്കുന്നത്.
ആമാര് സാധനം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. അപ്പൊ ഈ 1,00,000 രൂപ എവിടുന്നാ നീ കൊണ്ടേ കൊടുത്ത ലാഭം കിട്ടിയെന്ന് പറഞ്ഞ് ശ്രുതിക്ക് കൊണ്ടേ കൊടുത്ത. സത്യം പറ. ചന്ദ്രമതി ഭയന്ന് പറിച്ച് നിൽക്കുക. എന്തേലും ചെയ്യാൻ പറ്റുമോ? ചന്ദ്രമതിക്ക് എന്ത് മറുപടി പറയാനും നടത്തില്ല. ഒടുവില് ചന്ദ്രമതിക്ക് മനസ്സിലായി പിടിക്കപ്പെടുമെന്ന്. എന്തേലും കള്ളത്തരം പറയണമല്ലോ. കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണമല്ലോ. ചന്ദ്രമതിക്ക് ആ വിദ്യ അറിയായിരുന്നു. ചന്ദ്രമതി പെട്ടെന്ന് സുധിയുടെ നേർക്ക് തിരിഞ്ഞു. സത്യം പറയടാ സുധി, എവിടുന്നാടാ 1,00,000 രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞ് നീ കൊണ്ടുവന്ന് കൊടുത്ത് എവിടുന്നാന്ന് പറയടാ. സുധിയുടെ കൈ കൊടുത്ത് എവിടുന്നാ? സുധിയാണെങ്കിൽ അത് അമ്മേ ഞാനെന്നൊക്കെ പറഞ്ഞിരിക്കണം. സത്യം പറയുന്ന പറഞ്ഞ് ചന്ദ്രമതി കുറെ അടിയൊക്കെ അടിക്കുവാണ്. അത് ചുമ്മാ അടിക്കുന്ന. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. സുധി പറഞ്ഞ അമ്മേ ഞാൻ ഒരാളോട് കടം മേടിച്ച. എൻ്റെ പാർക്കിൽ എൻ്റെ കൂട്ടുകാരനുണ്ട്, അവനോട് ഞാൻ കടം മേടിച്ചാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചിക്ക് മനസ്സിലായത് വെറുതെ പറയുന്നതെന്ന്. ശ്രുതിക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി. രേവതി വന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു, എന്തൊക്കെയായിരുന്നു 1,00,000 രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ശ്രുതി വന്ന് പറഞ്ഞേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താണെങ്കിലും എൻ്റെ ഭർത്താവിന് അത്ര ആവശ്യമൊന്നുമില്ല. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ചുമ്മാ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇതിന്റെ കാര്യമൊന്നുമില്ല സച്ചേണ്ണ. പക്ഷേങ്കില് ഇപ്പൊ ശ്രുതി ചെയ്ത കണ്ടില്ലേ? കാരണം ശ്രുതിയെ നന്നായിട്ട് എടുത്തിട്ട് കുറഞ്ഞു രേവതി. ഈ പേരും പറഞ്ഞുകൊണ്ട് രേവതിയെ മുമ്പ് കളിയാക്കുകയൊക്കെ ചെയ്താ രേവതി വിട്ടുകൊടുക്കുക. അത് മാത്രമല്ല വർഷയെ ശ്രീകാന്തും ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞു. ചന്ദ്രമതിക്ക് എങ്ങനെയെങ്കിലും ഇത് രക്ഷപ്പെട്ടാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ ശ്രുതി. ശ്രുതിയാണെങ്കിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കുകയാണ്. രവീന്ദ്രന്റെ വക രവീന്ദ്രൻ കുറെ ചീത്ത പറഞ്ഞു. അങ്ങനെ ഒടുവില് ശ്രുതി നാണം കെട്ട് മുറിയിലേക്ക് പോയി. ഈ സമയത്ത് രേവതി സച്ചയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയിട്ട് പറഞ്ഞു, ഇതൊന്നും അല്ല സത്യം. സത്യാവസ്ഥ അവൻ പൈസ അടിച്ചു മാറ്റിയതാ. ആ സ്വർണം അടിച്ചു മാറ്റിയതാന്ന് പറയണ. രേവതി പറഞ്ഞു, അതെങ്ങനെ? ഇപ്പൊ പണം കിട്ടിയത് പലിശയ്ക്ക് മേടിച്ചാന്നല്ലേ പറഞ്ഞേ? അത് വെറുതെ പറയുന്ന. ഒരു കാര്യം ചെയ്ത് എനിക്ക് തെളിയിച്ചേ മതിയാവെന്ന് പറഞ്ഞു. സച്ചി അങ്ങനെ വിട്ടുകൊടുക്കാൻ ഭാവിച്ചില്ല. മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി എടുത്തിട്ട് കുടയുന്നുണ്ട്. ശ്രുതി, നാണമുണ്ടോ ശ്രുതി നിനക്ക്? ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് എന്തിനാ കാണിച്ചത്? ലാഭം കിട്ടിയെന്ന് പറഞ്ഞ് പൈസ കൊണ്ട് തണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. വെറുതെ മനുഷ്യരെ നാണം കെടുത്താനായിട്ട് ഞാൻ എല്ലാവരുടെ മുന്നേ നാണം കിട്ടും. ശ്രുതിക്ക് അത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അവസാനം ശ്രുതി കയ്യെ കാലെ വീഴുവാണ്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അബദ്ധം പറ്റി, ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ശ്രുതിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷെ സച്ചി ആരാ മോന്? സച്ചി അതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സച്ചിയുടെ മനസ്സിൽ ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഇങ്ങനെ സ്വർണ്ണമൊക്കെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഞങ്ങളൊരു സ്വാമിയെ പോയി കാണും. സ്വാമി പറയും ആ സ്വർണ്ണം എവിടെയാ എങ്ങനെയാന്നൊക്കെ. അങ്ങനെയാണ് നമുക്ക് അങ്ങനെയൊന്ന് പോയി നോക്കിയാലെന്നൊക്കെ ചോദിച്ചു. സച്ചി പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞു. പക്ഷെ സച്ചി വേറൊരു പണി ഒപ്പിച്ചു. ആദ്യം ഇനിയിപ്പോൾ ആനന്ദിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചോന്ന് അറിയണം, എന്നിട്ട് വേണം ചില പരിപാടികളൊക്കെ കാണിക്കാനെന്ന് സച്ചിൻ തീരുമാനിക്കുകയാണ്. അപ്പൊ അവന്റെ കയ്യിൽ നിന്ന് ആനന്ദിന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചെന്നാണ് ശ്രുതി പറയണേ. ആനന്ദാണല്ലോ ഫ്രണ്ട്, നേരത്തെ അവന്റെ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ സച്ചി ആനന്ദിനെ കാണാനായിട്ടായിരുന്നു. അവൻ പതിവ് പോലെ തന്നെ പാർക്കിലുണ്ടായിരുന്നു. ചെന്ന് ആനന്ദിനോട് സംസാരിക്കുന്ന ഇടയിൽ സച്ചി പറഞ്ഞു, അതെ ഒരു 1-2 ലക്ഷം രൂപ എനിക്ക് വായ്പ വരാൻ കാണുമോ? പലിശയ്ക്ക് മതി. ഞാൻ പലിശ തന്നേക്കാന്നൊക്കെ പറയാണ്. കാരണം അല്ലാതെ ഇങ്ങനെ ശ്രുതി പൈസ മേടിച്ചോന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവൻ സത്യം തുറന്നു പറഞ്ഞെന്ന് വരത്തില്ല. ഒടുവിൽ അയാൾ പറഞ്ഞു, അത്രയും പൈസയൊന്നും ഞാൻ പലിശയ്ക്ക് കൊടുക്കാറില്ല സച്ചി. അത്രയും പൈസയൊന്നും കൊടുക്കാറില്ല. എൻ്റെ മാക്സിമം ലിമിറ്റ് ഒരു 20,000-30,000 രൂപയ്ക്കാ. അതിൽ കൂടുതലൊന്നും ഒരാൾക്ക് ഞാൻ പലിശയ്ക്ക് കൊടുക്കാറില്ല. അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിലേ മേടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ശ്രുതി പറഞ്ഞല്ലോ അങ്ങനെയല്ലെന്ന്, ശ്രുതിക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. ശ്രുതിക്ക് ഞാൻ കൊടുത്തെന്നോ? ഒരിക്കലും ഞാൻ കൊടുത്തിട്ടില്ല. ആകെപ്പാടെ 20,000 രൂപ കൊടുത്തു. അത് മേടിച്ചെടുക്കാനായിട്ട് ഞാൻ 200 വട്ടം അവൻ്റെ പിന്നാലെ നടക്കുകയും ചെയ്തു. പിന്നെ അവന് ഞാൻ പൈസ കൊടുക്കാനോ? ഞാൻ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. സച്ചിക്ക് കാര്യം മനസ്സിലായി. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങേര് കൊടുത്തിട്ടില്ല. അപ്പൊ ആ സ്വർണം തന്നെ അടിച്ചു മാറ്റിയതാ. അപ്പൊ ഇനി അടുത്ത വഴി നോക്കാം. അങ്ങനെ സച്ചിയുടെ മനസ്സിലുള്ള പ്ലാൻ സച്ചി നടപ്പാക്കാൻ പോവാണ്. സച്ചി നേരെ ഒരു കടയിലേക്ക് വന്നു. ഒരു നാരങ്ങയൊക്കെ മേടിച്ചു, ഒരു നൂലും മേടിച്ച്, കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ മേടിച്ച് കലക്കി ആ നൂലൊക്കെ അതിനകത്തിട്ട് മുക്കി നാരങ്ങ ശരിക്കും ചുറ്റി കുറച്ച് കുങ്കുമൊക്കെ തേച്ച്, ഇപ്പൊ കണ്ട പൂജിച്ച നാരങ്ങയാന്നാ പറയുള്ളൂ ആര് നോക്കിയാലും. കുറെ നെറ്റയിലേക്ക് കുറെ ഭസ്മൊക്കെ മേടിച്ച് വാരി പൂശി, എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ചെന്ന് കഴിഞ്ഞപ്പോ രേവതി ഇറങ്ങി വന്നു. സച്ചിയുടെ ഈ മട്ടും വാങ്ങണ്ടപ്പോ രേവതിക്കൊന്നും മനസ്സിലായില്ല. സച്ചി ആണെങ്കിലോ ഹരഹരോ ഹരഹര എന്നൊക്കെ പറഞ്ഞോണ്ടാ ചെല്ലുന്ന, ഭയങ്കര ഭക്തിയോട് കൂടിയിട്ട്. അപ്പോഴേക്കും രവീന്ദ്രനും ചന്ദ്രമതി എല്ലാവരും ഇറങ്ങി വന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. സച്ചിയുടെ കയ്യിൽ ഒരു ചെറിയ പട്ടി പൊതിഞ്ഞ് ഈ നാരങ്ങ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്താടാ നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. എൻ്റെ അച്ഛാ, ഈ വീട്ടിൽ കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നില്ലേ, ഞാൻ അതുകൊണ്ടൊരു സ്വാമിയെ കാണാൻ പോയെന്ന് പറയണ. സ്വാമിയെ കാണാനോ? അപ്പോഴേക്കും രേവതി വന്നിട്ട് ചോദിച്ചു, സച്ചേട്ടൻ ഇതും വിശ്വാസം ഇല്ലായിരുന്നല്ലോ? അതെ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിച്ചല്ലേ മതിയാവുള്ളൂ, അതുകൊണ്ടാ ഞാൻ പോയത്. ഒടുവില് സ്വാമിയെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ സ്വാമി ഒരു കാര്യം പറഞ്ഞു. ആ സ്വർണം അടിച്ചു മാറ്റിയത്
ഒന്നെങ്കിൽ ഈ വീടിന്റെ പരിസരത്തുള്ളവര് അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവരൊക്കെ തന്നെ ആയിരിക്കും. അവരറിയാതെ ഈ സ്വർണം പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് എതിർത്തു. പിന്നെ അങ്ങേര് ചുമ്മാ കള്ളത്തരം പറഞ്ഞ, അങ്ങനെ പറയുന്ന എന്തെങ്കിലും വാക്ക് വിശ്വസിച്ചോണ്ട് നീ ഇങ്ങോട്ട് വന്നോ എന്നൊക്കെ ചോദിച്ചോണ്ട് സച്ചി ചീത്ത പറയണം. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എടാ നീ ഇതെന്ത് പരിപാടിയെ കാണിച്ചേ, ഇങ്ങനെയൊക്കെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നൊക്കെ ചോദിച്ചു. വേണോ അച്ഛാ, നമ്മള് ഇതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയണ്ടേന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ സ്വാമി എനിക്കൊരു നാരങ്ങ തന്നു. ഇത് വെറുതെ നാരങ്ങയല്ല, ഇത് പൂജിച്ച നാരങ്ങ എന്ന് പറയാണ്. സുധിയുടെയും ചന്ദ്രയുടെയും മുഖമൊക്കെ അങ്ങോട്ട് മാറി പേടിച്ചരണ്ട് നിൽക്കുക. പൂജിച്ച നാരങ്ങയോ? അതെ, പൂജിച്ച നാരങ്ങ. ഈ നാരങ്ങയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ നാരങ്ങ നമ്മൾ പൂജാമുറി കണ്ട വെക്കണം. 24 മണിക്കൂറിനുള്ളില് ആ സ്വർണം ആരാണോ എടുത്തിട്ടുള്ളത് അവർക്കിട്ട് പണി കിട്ടുമെന്ന് പറയണം. അപ്പോഴേക്കും വർഷ ചോദിച്ചു, അതെന്താ ഈ നാരങ്ങ കണ്ടുപിടിക്കുവോ? ഈ നാരങ്ങക്കകത്ത് വല്ല ചിപ്പും ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും രേവതി പറഞ്ഞു, പൂജിച്ച നാരങ്ങയാണ്, ഇതിന് ശക്തി കാണും, നല്ല മന്ത്രശക്തിയുള്ള ആള് പൂജിച്ചാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. രേവതിയൊക്കെ അത് വിശ്വസിച്ചു. സച്ചു പറഞ്ഞു, അതെ, അങ്ങനെ ഒരാൾ പൂജിച്ച സാധനം ഇത്, അതുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് അടയാളം വല്ലതും കാണിച്ചു തരുമോന്ന് ശ്രീകാന്ത് ചോദിച്ചു. കാണിച്ചു തരുമോന്നോ? 24 മണിക്കൂറിനുള്ളിൽ അയാളുടെ വായ ഇങ്ങനെ ഒരു വശത്തേക്ക് കോടിപ്പോ, നാരങ്ങ ആരെടുത്താലും അവർക്കിട്ട് ആ പണി കിട്ടുക തന്നെ ചെയ്യും. അത് കേട്ടപ്പോ ചന്ദ്രയുടെ സുധിയുടെ ഒക്കെ മുഖം മാറി. സുധി തേമേ മുഖത്തേക്കൊക്കെ ഇങ്ങനെ കൈവച്ച് നോക്കുകയാണ്. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, എടാ ഇതൊന്നും ഇവിടെ വെക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതി എതിർത്തു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ എതിർക്കുന്നേ? അല്ല, ഇതൊക്കെ വീട്ടിൽ കൊണ്ടേ വെച്ചിട്ട് വല്ല പ്രശ്നം ഉണ്ടായാലോ? വർഷ പറഞ്ഞു, അതിനെന്തിനാ ആന്റി വിഷമിക്കണേ? നമ്മളാരും കള്ളത്തരം ചെയ്തിട്ടില്ലോ, കള്ളത്തരം ചെയ്തൊരു വിഷമിച്ച പോരെ. ആ സമയത്ത് ശ്രീകാന്ത് ചോദിച്ചു, അല്ല ഇത് കൊണ്ടേ വെച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇത് എടുത്തോരുടെ അല്ലേ വാ കോടിപ്പോളൂ? അതെ, എടുത്തോരുടെ മാത്രം കോടിപ്പോളൂ, അല്ലാത്തവർക്ക് ഒരു പ്രശ്നവുമില്ല, ഇത് പൂജാമുറിയിൽ ഇരുന്നുകൊണ്ട്. അങ്ങനെ സച്ചത് പൂജാമുറി കൊണ്ടേ വെച്ച് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാ. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി. എന്തിനേറെ പറയുന്നു, ചന്ദ്രയുടെ സുധിയുടെ ഉള്ള സമാധാനം പോയി. സുധി പിന്നീട് ചന്ദ്രയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോയിട്ട് മാറിപ്പോയിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് പേടിയാവുന്നുണ്ട്, ഇതേ എന്റെ കിറി വല്ല കോടിപ്പോയെന്ന് നോക്ക്, എന്റെ ചുണ്ടൊക്കെ കോടിയിട്ടുണ്ടോ നോക്ക്. എടാ നിന്നേക്കാളും പേടി എനിക്കാ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അവരുടെ രണ്ടുപേരുടെ ഉറക്കം നഷ്ടപ്പെട്ടു. രാത്രി ഉറക്കമില്ല. ഈ സമയത്ത് ശ്രുതിക്ക് ഉറക്കം വരാതെ ശ്രുതിയെ വിളിക്കുന്നുണ്ട്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി കാരണം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി. അവസാനം ശ്രുതിക്ക് സംശയങ്ങളൊക്കെ തോന്നുവാണ് ശ്രുതിയുടെ കാര്യത്തില്. പക്ഷെ ശ്രുതി അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ചന്ദ്രമതി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറൊരു പൂജാരിയെ പോയി കാണാം, ഇതിനേക്കാളും വലിയ മന്ത്രശക്തിയുള്ള. അങ്ങനെ ബാമയുമായിട്ട് കൂടി ആലോചിച്ചു. ബാമ അവരെയും കൊണ്ട് ഒരു പൂജാരി കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അയാളും ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഒരു നാരങ്ങ പൂജിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ടേ വെച്ചാൽ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ആദ്യം പൂജിച്ചു തന്ന ആൾ ഇതിനേക്കാൾ ശക്തിയുള്ള ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വായൊക്കെ കോടിപ്പോവും എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്കും ചന്ദ്രമതിക്കും ഭയങ്കര വെപ്രാളമായി. ഒടുവിൽ ആ നാരങ്ങയും കൊണ്ടേ വെച്ചു. പിറ്റേ ദിവസം സച്ചി നോക്കിക്കഴിഞ്ഞപ്പോൾ വേറൊരു നാരങ്ങയും കൂടി. സച്ചിക്ക് കാര്യം മനസ്സിലായി, ചെയ്തത് ഇവര് തന്നെയാണ്, അതുകൊണ്ടാണ് അവരിത്ര വെപ്രാളപ്പെടുന്നത്. എന്തിനേറെ പറയുന്നു, അധികം വൈകാതെ തന്നെ സച്ചി അവരുടെ കള്ളത്തരം പൊളിച്ചെടുക്കുന്നുണ്ട്. കാരണം സച്ചിക്ക് മനസ്സിലായി ഇവരാന്ന്. അങ്ങനെ സച്ചി തെളിവുകൾ സഹിതം സുധിയെ പിടിക്കുവാണ്. സുധിയെ പിടികൂടി കഴിഞ്ഞപ്പോൾ ഒടുവിൽ ചന്ദ്രമതിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. ചന്ദ്രമതി സമ്മതിച്ചു, ഞാനാണ് സ്വർണം എടുത്തു കൊടുത്തത് സുധിക്ക്, ഇങ്ങനൊരു ആവശ്യം വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്. ഒടുവിൽ സുധിയുടെ കാരണം നോക്കി രവീന്ദ്രൻ അടിക്കുന്നുണ്ട്. നീ അത് ചെയ്യൂല്ലടാ. ചന്ദ്രമതിയെ വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിക്കുവാണ്, ഇത്രയും വലിയ കള്ളത്തരം ചെയ്തേനെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.